ഓം നമോ നാരായണായ. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 54-ാം ദശകമായ കാളിയമർദ്ദനത്തിലെ 6-ാമത്തെ ശ്ലോകം പഠിക്കാം. 5-ാമത്തെ ശ്ലോകത്തിൽ ഗോക്കളും ഗോപാലന്മാരും ദാഹം ശമിപ്പിക്കാനായി കാളിന്തിയിലെ വിഷജലം കുടിക്കുന്നതാണ് നാം കണ്ടത്. ഈ ശ്ലോകത്തിലൂടെ ശ്രീ മേൽപുത്തൂർ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? ശ്രദ്ധിക്കൂ. നശ്യജീവാൻ വിച്യുതാൻ ശ്മാതലേ താൻ വിശ്വാൻ പശ്യന്നച്യുത തും ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാമാസിധ ദ്രാക് പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ. ആദ്യമായി പിരിക്കാനുള്ള പദങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പശ്യൻ പ്ലസ് അച്യുത, പശ്യന്നച്യുത, പ്രാപ്യ പ്ലസ് ഉപാന്തം, പ്രാപ്യോപാന്തം. ഇനിയുള്ളതെല്ലാം സമസ്ത പദങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പദങ്ങളുടെ അന്വയത്തിലേക്ക് കിടക്കാം. ഹേ അച്യുത ത്വം താൻ വിശ്വാൻ നശ്യജീവാൻ ശ്മാതലേ വിച്യുതാൻ പശ്യൻ ദയാർദ്രഃ ഉപാന്തം പ്രാപ്യ പീയൂഷാംഭോ വർഷിഭിഃ ശ്രീകടാക്ഷൈഃ ദ്രാക് ജീവയാമാസിധ. അച്യുത, ഗുരുവായൂരപ്പനെ വിളിക്കുന്നതാണ്. അച്യുതൻ എന്ന പേരുണ്ടല്ലോ. ച്യുതിയില്ലാത്തവനാണ്. ച്യുതിയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവനാണ് അച്യുതൻ. ത്വം അങ്ങ്, താൻ വിശ്വാൻ ആ ജനങ്ങളെ, വിശ്വം ലോകമാണ്. ഇവിടെ വിശ്വം എന്നതിൻ്റെ ബഹുവചനമാണ് വിശ്വാൻ. ഇവിടെ വിശ്വം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ജനങ്ങളെയാണ്. ലോകത്തെ വിശ്വസിപ്പിക്കാനായി എന്ന് നമ്മൾ പറയില്ലേ, അതായത് ആളുകളെ വിശ്വസിപ്പിക്കാനായി. നശ്യജീവാൻ, ജീവൻ നശിച്ചവരും. ക്ഷമാതലേ വിച്യുതാൻ, ക്ഷമാതലേ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ഷമ എന്ന പേരുണ്ട് ഭൂമിക്ക്, അതുകൊണ്ടാണ് ക്ഷമാതലം. ക്ഷമാതലമാണ് ക്ഷമാതലം. അപ്പോൾ ആ ഭൂമിയിൽ വീണവരുമായിട്ട്, വിഷം കഴിച്ച് മോഹാലസ്യപ്പെട്ട് വീണവരുണ്ട്, തളർന്ന് വീണവരുണ്ട്, ആ വിഷജ്വാലയേറ്റ്. അതുകൊണ്ടാണ് ഭൂമിയിൽ വീണവരും. പശ്യൻ കണ്ടിട്ട്, ദയാർദ്രഃ ദയോടുകൂടി, ദയ കൊണ്ട് ആർദ്രമായ മനസ്സോടുകൂടി, അതാണ് ദയാർദ്രഃ. ഉപാന്തം പ്രാപ്യ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ പ്രാപിച്ചിട്ട്, പീയൂഷാംഭോ വർഷിഭിഃ, പീയൂഷം അമൃതാണ്, അംഭസ് ജലം, പീയൂഷാംഭസ് എന്ന് പറഞ്ഞിരിക്കുന്ന അമൃതജലം വർഷിഭിഃ വർഷിച്ചു, പെയ്യിച്ചു, മഴയായി പെയ്യിച്ചു എല്ലാവരുടെയും ദേഹത്ത്. ശ്രീ കടാക്ഷൈഹി, ശ്രീ ഐശ്വര്യം. ഇവിടെ ശ്രീ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമുക്ക് സമ്പത്ത്, തിളക്കം, സമൃദ്ധി, തേജസ്, സരസ്വതി, ലക്ഷ്മി, കീർത്തി, ബുദ്ധി, ശോഭ, വിജയം, ചിരി, പാർവതി, താമര, പ്രയത്നം. ഒരു വൃത്തത്തിനും പേരുണ്ട് ശ്രീ എന്ന്. അപ്പോൾ ശ്രേയസ്സിന്, പരിഷ്കാരത്തിന്, നിധി. പിന്നെ ഗ്രാമ്പുവിന് ശ്രീ എന്ന് പേരുണ്ട്. 3 വർണ്ണങ്ങൾ കൂടിച്ചേരുന്നതിന് ശ്രീ എന്ന് പേരുണ്ട്. ഇവിടെ നമുക്ക് ഈ അർത്ഥങ്ങളിൽ നിന്ന് ഏതെടുക്കാമെന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഇവിടെ നമ്മൾ വേഗം ആലോചിക്കുന്ന ഐശ്വര്യം നിറഞ്ഞ കടാക്ഷം കൊണ്ട് എന്നല്ലേ. അതിലും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ചിരിയാണ്. കണ്ണൻ്റെ ആ ചുണ്ടിൽ എപ്പോഴും ഒന്നും അറിയാത്തവനെ പോലെയുള്ളൊരു നിഷ്കളങ്കമായ പുഞ്ചിരി ഉണ്ടാകുമല്ലോ, അതാണ് കുറച്ചും കൂടി യോജിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഐശ്വര്യം നിറഞ്ഞ കടാക്ഷമായാലും, തിളക്കം നിറഞ്ഞ കടാക്ഷമായാലും, തേജസ്സോടു കൂടിയ ആ കടാക്ഷമായാലും, കടാക്ഷം എന്ന് പറഞ്ഞാൽ നോക്കുന്നതിനെയാണ്, ദൃഷ്ടി കൊണ്ട്. ദ്രാക് വേഗം, ജീവയാമാസിധ ജീവിപ്പിച്ചു. അല്ലയോ അച്യുത അങ്ങ്, അല്ലയോ അച്യുത അങ്ങ് ആ ജനങ്ങളെയെല്ലാം, നശ്യജീവാൻ അതായത് ജനങ്ങളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ ജീവൻ നശിച്ചവർ, വിഷജലം കുടിച്ച് മരിച്ചവരും, ഭൂമിയിൽ തളർന്നു വീണവരുമായിട്ടുള്ള ആ ജനങ്ങളെ പശ്യൻ കണ്ടിട്ട്, ആർദ്രമാനസനായി അതായത് കരുണ നിറഞ്ഞ മനസ്സോടുകൂടി അടുത്തു ചെന്നിട്ട് അമൃതജലത്തെ വർഷിച്ച്, ഐശ്വര്യം നിറഞ്ഞ അല്ലെങ്കിൽ ആ ശോഭയോടുകൂടിയ ഒരു നോട്ടം കൊണ്ട്, ഐശ്വര്യം നിറഞ്ഞ കടാക്ഷം കൊണ്ട് വേഗം ജീവിപ്പിച്ചുവല്ലോ, പെട്ടെന്ന് തന്നെ ക്ഷണത്തിൽ തന്നെ ജീവിപ്പിച്ചുവല്ലോ എന്ന് മേൽപുത്തൂർ ഭഗവാനോട് പറയുകയാണ്. ഇനി അടുത്ത ശ്ലോകം, അതായത് 7-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ. കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷു
ഇത്യുദ്ധിതാ ഗോപസംഘ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തസ്ത്വാമാലിംഗൻ ദൃഷ്ടനാനാപ്രഭാവ. ഈ ശ്ലോകത്തിൽ പിരിക്കാനുള്ള പദങ്ങൾ സർവാംഗേഷു പ്ലസ് ഇതി പ്ലസ് ഉദ്ധിതാഹ പ്ലസ് ഗോപസംഘാഹ. സർവാംഗേഷ്വിത്യുദ്ധിതാ ഗോപസംഘാഹ. ദൃഷ്ട്വാ പ്ലസ് അഗ്രേ ദൃഷ്ട്വാഗ്രേ. തത് പ്ലസ് വിദന്തഃ പ്ലസ് ത്വാം പ്ലസ് ആലിംഗൻ തദ്വിദന്തസ്ത്വാമാലിംഗൻ. ഇനി നമുക്ക് പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കാം. ദൃഷ്ടനാനാപ്രഭാവാഃ ഗോപസംഘാഃ സർവാംഗേഷു ഹർഷവർഷാതിരേകഃ കിം കിം ജാതഃ ഇതി ഉദ്ധിതാഃ ത്വാം അഗ്രേ ദൃഷ്ട്വാ തത് ത്വത്കൃതം വിദന്തഃ ത്വാം ആലിംഗൻ. ദൃഷ്ടനാനാപ്രഭാവാഃ അങ്ങയുടെ പല പല മഹത്വങ്ങളോടുകൂടിയവനായ, അതായത് പ്രഭാവങ്ങൾ, അങ്ങയുടെ ആ മഹത്വങ്ങൾ കണ്ടിട്ട് ഗോപസംഘാഹ ഗോപസംഘം, അതായത് പശുക്കുട്ടികളെ പരിപാലിക്കുന്ന ആ ഗോപാലന്മാരുടെ സമൂഹം, സർവാംഗേഷു സർവ അവയവങ്ങളിലും, അതായത് ശരീരമാകെ, ഹർഷവർഷാതിരേക ഹർഷം സന്തോഷം. വർഷം എന്ന് പറഞ്ഞാൽ വർഷം മഴയാണ്. ഹർഷവർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടുള്ള ആ മഴ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ വർദ്ധിച്ച സന്തോഷത്തോടുകൂടി അത്യധികം ആനന്ദത്തോടു കൂടിയവരായിട്ട് കിം കിം ജാതഃ ഇതെന്താണ് സംഭവിച്ചത്, ഇതി ഉദ്ധിതാഹ എന്ന് പറഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ത്വാം അങ്ങയെ അഗ്രേ ദൃഷ്ട്വാ മുൻപിൽ കണ്ടിട്ട് തത് അത് ത്വത്കൃതം അങ്ങയാൽ കൃതമായത് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങയാൽ തന്നെ സംഭവിച്ചതാണ്, അങ്ങ് തന്നെയാണ് ഈ അത്ഭുതത്തിന് കാരണം എന്ന് വിദന്തഃ അറിഞ്ഞിട്ട് ത്വാം അങ്ങയെ ആലിംഗനം ചെയ്തു. വർദ്ധിച്ച സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ, അതായത് ഭഗവാൻ ഗുരുവായൂരപ്പനെ, കണ്ണനെ ആലിംഗനം ചെയ്തു. ആ പ്രത്യക്ഷത്തിൽ പല പല മഹത്വങ്ങളോടും കൂടിയിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമുക്ക് കുട്ടിക്കാലം മുതലുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ഈ ഗോപസംഘം കണ്ടു വളർന്നു വന്നവരാണ്. ഇവിടെയും എല്ലാവരും ജീവനോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ശരീരമാകെ കോൾമയിർ കൊണ്ടു, രോമാഞ്ചം കൊണ്ടു. അവരെല്ലാം വർദ്ധിച്ച സന്തോഷത്തോടു കൂടിയവരായിട്ട് ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നിന്നു എല്ലാവരും. അങ്ങേ മുമ്പിൽ കണ്ടിട്ട് ഇതെല്ലാം അവിടുത്തെ പ്രഭാവം തന്നെയാണ്, അതായത് എല്ലാവരെയും പുനർജീവിപ്പിച്ചത് അങ്ങ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങയെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭഗവാൻ ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ എന്താണ് സാധിക്കാത്തത്? ഇവിടെ അവർക്ക് ഭഗവാനെ ആലിംഗനം ചെയ്യാനുള്ള ആ ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ പരം എന്ത് ഭാഗ്യമാണ് അവർക്ക് വേണ്ടതല്ലേ? നമുക്കിനി 8ാമത്തെ ശ്ലോകം നോക്കാം. ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന സ്ഫീതാനന്ദാസ്ത്വാം ച ദൃഷ്ട്വാ പുരസ്താത് ദ്രാഗാവവൃ സർവതോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്യന്നിനാദാഃ. ഗാവശ്ചൈവം ലബ്ധജീവാഃ ക്ഷണേന സ്ഫീതാനന്ദാസ്ത്വാം ച ദൃഷ്ട്വാ പുരസ്താത് ദ്രാഗാവവൃഃ സർവതോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്യന്നിനാദാഃ. ആദ്യമായി പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം. ഗാവഃ പ്ലസ് ച പ്ലസ് ഏവം ഗാവശ്ചൈവം. സ്ഫീതാനന്ദാഃ പ്ലസ് ത്വാം സ്ഫീതാനന്ദാസ്ത്വാം. ദ്രാക്ക് പ്ലസ് ആവവൃഹു ആണ് ദ്രാഗാവവൃ. സർവതഃ പ്ലസ് ഹർഷബാഷ്പം സർവതോ ഹർഷബാഷ്പം. വ്യാമുഞ്ചന്ത്യഃ പ്ലസ് മന്ദം പ്ലസ് ഉദ്യൻ പ്ലസ് നിനാദാഃ. വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്യന്നിനാദാഃ. ഇനി പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കാം. ഏവം ഗാവാഃ ച ക്ഷണേന ലബ്ധജീവാഃ പുരസ്താത് ത്വാം ദൃഷ്ട്വാ സ്ഫീതാനന്ദാഃ
ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യഃ മന്ദം ഉദ്യന്നിനാദാഃ ദ്രാക് സർവതഃ ആവവൃഹു. ഏവം ഇപ്രകാരം ഗാവാഹ ച ഗോക്കളും അതായത് പശുക്കളും ക്ഷണേന പെട്ടെന്ന് തന്നെ ലബ്ധജീവാഹ ജീവൻ ലഭിച്ചിട്ട് പുരസ്താത് മുൻപിൽ ത്വാം ദൃഷ്ട്വ അങ്ങയെ കണ്ടിട്ട് സ്ഫീതാനന്ദാഹ വർദ്ധിച്ച സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഹർഷബാഷ്പം ആനന്ദാശ്രുക്കൾ ഹർഷം സന്തോഷം ബാഷ്പം കണ്ണുനീർ വ്യാമുഞ്ചന്ത്യ പൊഴിക്കുന്നവരായിട്ട് അതായത് കണ്ണുനീർ ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നവരായിട്ട് മന്ദം പതുക്കെ ഉദ്യന്നിനാദാഹ ശബ്ദം പുറപ്പെടുവിച്ചു. ഇപ്പോൾ പശുക്കളൊക്കെ ജീവൻ തിരിച്ചു കിട്ടിയപ്പം പെട്ടെന്ന് ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ദ്രാക്ക് വേഗം തന്നെ സർവതഃ എല്ലായിടത്തും 4 ചുറ്റും നിന്നും ആവവൃഹു വന്നു വണങ്ങി നിന്നു. ഗോപാലന്മാരെല്ലാം വന്ന് ഭഗവാനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നുവല്ലോ 7ാമത്തെ ശ്ലോകത്തിൽ. ഇവിടെ ഇപ്രകാരം ഗാവാഹാജ പശുക്കളും പെട്ടെന്ന് തന്നെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ അങ്ങയെ മുമ്പിൽ കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടെ അതായത് വർദ്ധിച്ചു വന്ന സന്തോഷത്തോടെ ഹർഷബാഷ്പം തൂകി അതായത് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നവരായിട്ട് പതുക്കെ അവിടെ എവിടെയായിട്ട് നിന്ന് പശുക്കളെല്ലാം അവരുടേതായ ശബ്ദമില്ലേ പശുക്കളെല്ലാം കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ ചുറ്റും വന്ന് വണങ്ങി നിന്നു. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കിയാലോ. രോമാഞ്ചോയം സർവതോ ന ശരീരേ ഭൂയസ്യന്തഃ കാചിദാനന്ദമൂർച്ഛ ആശ്ചര്യോയം ക്ഷ്വേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭൂ. രോമാഞ്ചോയം സർവതോ ന ശരീരേ ഭൂയസ്യന്തഃ കാചിദാനന്ദമൂർച്ഛ ആശ്ചര്യോയം ക്ഷ്വേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭൂഹു. രോമാഞ്ചഃ പ്ലസ് അയം രോമാഞ്ചോയം സർവതഃ പ്ലസ് ന സർവതോ ന ഭൂയസി പ്ലസ് അന്തഃ ഭൂയസ്യന്തഃ കാചിത് പ്ലസ് ആനന്ദമൂർച്ഛ കാചിദാനന്ദമൂർച്ഛ ആശ്ചര്യ പ്ലസ് അയം ആശ്ചര്യോയം ക്ഷ്വേളവേഗഃ പ്ലസ് മുകുന്ദ പ്ലസ് ഇതി പ്ലസ് ഉക്തഃ ക്ഷ്വേളവേഗോ മുകുന്ദേത്യുക്തോ ഇതി ഉക്തഃ എന്നുള്ളത് ഇത്യുക്തോ എന്നായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ ബാക്കി വരികളും അങ്ങനെ തന്നെയാണ്. ഗോപൈഹി പ്ലസ് നന്ദിതഃ പ്ലസ് വന്ദിതഃ പ്ലസ് അഭൂഹു ആണ്. ഗോപൈർ നന്ദിതോ വന്ദിതോ ഭൂഹു. ഇനി നമുക്ക് ആ പദങ്ങളെല്ലാം കൂടി ഒന്ന് പിരിച്ചു പറഞ്ഞു നോക്കാം. ക്ഷ്വേളവേഗഃ പ്ലസ് മുകുന്ദ പ്ലസ് ഇതി പ്ലസ് ഉക്തഃ പ്ലസ് ഗോപൈഹി പ്ലസ് നന്ദിതഃ പ്ലസ് വന്ദിതഃ പ്ലസ് അഭൂഹു. ക്ഷ്വേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർ നന്ദിതോ വന്ദിതോ ഭൂ. വായിക്കാൻ ശ്രമിക്കുക തെറ്റുകൂടാതെ. നീളമുള്ള ഒരു വരിയാണ് അല്ലേ. എല്ലാ പദങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. നമുക്കിനി പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കാം. ന ശരീരേ സർവതഃ അയം രോമാഞ്ചഃ അന്തഃ ഭൂയസി കാചിദ് ആനന്ദമൂർച്ഛ മുകുന്ദ അയം ശ്വേളവേഗഃ ആശ്ചര്യഃ ഇതി ഗോപൈഃ ഉക്ത്വാ ത്വം നന്ദിതഃ വന്ദിതഃ അഭൂഹു. ന ശരീരേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്നാണ്. ന എന്നുള്ള വാക്കിന് ഇല്ല അല്ല എന്നെല്ലാം അർത്ഥമുണ്ട്. ഇവിടെ പക്ഷേ ഞങ്ങളുടെ ശരീരത്തിൽ എന്ന് മനസ്സിലാക്കുക. സർവതഃ എല്ലായിടത്തും അതായത് ശരീരം ആകെ. അയം ഈ വിധത്തിൽ രോമാഞ്ചഃ രോമാഞ്ചമുണ്ടാകുന്നു. അന്തഃ ഇവിടെ അന്തഃ എന്ന് പറഞ്ഞിരിക്കുന്ന ഉള്ളിൽ നിന്ന് എന്നാണ്, അവസാനമല്ല. ഭൂയസി വലുതായ അതായത് വർദ്ധിച്ച അളവിൽ കാചിത് ഏതോ ഒരു ആനന്ദമൂർച്ഛ സംതൃപ്തി അതായത് സന്തോഷം കൊണ്ടുണ്ടായ വാക്കുകൾക്കതീതമായ അതായത് എന്താണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സംതൃപ്തിയും സന്തോഷവും അതാണ് ആനന്ദമൂർച്ഛ എന്ന് പറഞ്ഞിരിക്കുന്നത്. മുകുന്ദ കൃഷ്ണ അയം ഈ ശ്വേളവേഗ വിഷജ്വാലയുടെ ശക്തി ആശ്ചര്യകരം ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് ത്വം അങ്ങ് നന്ദിത ആനന്ദിക്കുന്നവനും വന്ദിത വന്ദിക്കപ്പെടുന്നവനും അഭൂഹു ആയിത്തീർന്നു. ഇവിടെ വിഷബാധയിൽ നിന്നും മോചിതരായ
അവിടെയുള്ള ഗോപന്മാരുടെയും മറ്റ് ഗോക്കളുടെയും സന്തോഷത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അവരെല്ലാം ശരീരത്തിൽ എല്ലായിടത്തും ഈ വിധത്തിൽ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേന്ന് രോമാഞ്ചം ഉണ്ടായിട്ട് ഉള്ളിൽ ഉണ്ടായ വർദ്ധിച്ച സന്തോഷത്തോടെ ഏതോ ഒരു പ്രത്യേക ആനന്ദമൂർച്ഛയിലേക്ക് വഴുതി വീഴുകയാണ്. ഈ ശ്ലോകത്തിൽ ആദ്യം അവരെല്ലാം വിഷബാധയേറ്റ് വിഷമൂർച്ഛയിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വിഷബാധയിൽ നിന്നും എല്ലാവരും മുക്തരായിരിക്കുന്നു. ആ ഭഗവാന്റെ കരുണാകടാക്ഷത്താൽ എല്ലാവരും പുനർജീവിച്ചിരിക്കുന്നു. 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ പ്രഭാവത്തെപ്പറ്റി പറഞ്ഞുവല്ലോ. ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തസ്ത്വാമാലിംഗൻ ദൃഷ്ടനാനാപ്രഭാവാഹ. അങ്ങനെ നാനാപ്രകാരത്തിലുള്ള പ്രഭാവങ്ങളാണ് ഭഗവാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാളിയൻ്റെ ഉഗ്രവിഷത്തിൽ നിന്നും എല്ലാവരും രക്ഷപ്പെട്ടു, വിഷബാധയിൽ നിന്ന് മുക്തരായി. ആ വിഷമൂർച്ഛയിൽ നിന്ന് അവരിപ്പോൾ ഭഗവാനെ പ്രാപിച്ചതിലുള്ള ആനന്ദമൂർച്ഛയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹർഷബാഷ്പം തൂകി ആ ഭഗവാനെ സ്തുതിക്കുന്നതും വന്ദിക്കുന്നതും അതിൽ ഭഗവാൻ ആനന്ദിക്കുന്നവനായി കാണപ്പെടുന്നതും. നമുക്കിനി ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമായ 10ാം ശ്ലോകം ശ്രദ്ധിക്കാം. ഏവം ഭക്താൻ മുക്തജീവാനപി ത്വം മുഗ്ധാപാംഗൈരസ്ഥരോഗാംസ്തനോഷി താദൃഗ്ഭൂതസ്ഫീതകാരുണ്യഭൂമാ രോഗാത്പായ വായുഗേഹാധിവാസ. ഏവം ഭക്താൻ മുക്തജീവാൻ അപി ത്വം മുഗ്ധാപാംഗൈരസ്ഥരോഗാംസ്തനോഷി താദൃഗ്ഭൂതസ്ഫീതകാരുണ്യഭൂമ രോഗാത് പായ വായുഗേഹാധിവാസ. നമുക്ക് പിരിക്കാനുള്ള പദങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ ഈ ശ്ലോകത്തിൽ ആദ്യത്തെ വരിയിൽ നോക്കുകയാണെങ്കിൽ മുക്തജീവാൻ പ്ലസ് അപി, മുക്തജീവാൻ അപി, മുഗ്ധാപാംഗൈഹി പ്ലസ് അസ്ഥരോഗാൻ പ്ലസ് തനോഷി, മുഗ്ധാപാംഗൈരസ്ഥരോഗാംസ്തനോഷി, പായാഹ പ്ലസ് വായുഗേഹാധിവാസ, പായാ വായുഗേഹാധിവാസ. അവിടെ വിസർഗം ലോപിച്ചു പോയിരിക്കുന്നു. നിർത്തി വായിക്കുകയാണെങ്കിൽ പായാഹ എന്ന് വിസർഗത്തോടുകൂടി വായിക്കണം. ഇവിടെ പായാ വായുഗേഹാധിവാസ എന്ന് വായിക്കുക. ഇനി നമുക്ക് പദങ്ങളുടെ അന്വയം നോക്കാം. വായുഗേഹാധിവാസ ത്വം ഏവം മുക്തജീവാൻ അപി ഭക്താൻ മുഗ്ധാപാംഗൈഹി അസ്ഥരോഗാൻ തനോഷി താദൃഗ്ഭൂത സ്ഫീതകാരുണ്യഭൂമ ത്വം രോഗാത് പായാഹ. ഈ 10ാമത്തെ ശ്ലോകത്തിൽ എപ്പോഴും മേൽപ്പത്തൂരിൻ്റെ സ്വന്തം പ്രാർത്ഥനയായിട്ടാണ് വരുന്നത്. ഭഗവാന്റെ ആ മഹത്വങ്ങളെല്ലാം വർണ്ണിച്ചിട്ട് പറയും, ഭഗവാനെ എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമെന്ന്. അതുതന്നെയാണ് ഈ ശ്ലോകത്തിലും പറഞ്ഞിരിക്കുന്നത്. വായുഗേഹാധിവാസ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വം ഏവം അങ്ങ് ഇപ്രകാരം മുക്തജീവാൻ അപി ജീവൻ പോയവരാണെങ്കിലും, അതായത് ജീവന് മുക്തി ലഭിച്ചവരാണെങ്കിൽ കൂടി, ഭക്താൻ ഭക്തന്മാരെ, മുഗ്ധാപാംഗൈഹി ആ മുഗ്ധമായ മനോഹരമായ കടാക്ഷത്താൽ, അസ്ഥരോഗാൻ രോഗങ്ങളെ ശമിപ്പിക്കുന്നവരാക്കി തനോഷി തീർക്കുന്നു. അസ്ഥരോഗാൻ സ്തനോഷി അങ്ങനെ രോഗങ്ങളില്ലാത്തവരാക്കി തീർക്കുന്നു. താദൃഗ്ഭൂത അപ്രകാരം ഉണ്ടായിട്ടുള്ളതായ, സ്ഫീത വർദ്ധിച്ച, കാരുണ്യഭൂമ കാരുണ്യത്തിൻ്റെ ഉറവിടമായ, കാരുണ്യത്തിൻ്റെ വിളനിലമായ, ത്വം അങ്ങ്, രോഗാത് രോഗത്തിൽ നിന്ന്, പായാഹ രക്ഷിച്ചാലും, എന്നെ രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ഇപ്രകാരം ജീവൻ പോയവരാണെങ്കിലും തൻ്റെ ഭക്തന്മാരെ തന്നോട് ചേർത്ത് പിടിച്ച് ആ മനോഹരമായ കടാക്ഷങ്ങൾ, കരുണാകടാക്ഷത്താൽ രോഗങ്ങളെയെല്ലാം ശമിപ്പിക്കുന്നവരാക്കി തീർക്കുന്നുവല്ലോ. അപ്രകാരം ഉണ്ടായിട്ടുള്ള ആ വർദ്ധിച്ച കാരുണ്യത്തിൻ്റെ ഉറവിടമായ, കരുണാർദ്രമായ ഹൃദയത്തോടെ അങ്ങ് കരുണാകടാക്ഷത്താൽ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചാലും എന്ന് ശ്രീ മേൽപ്പത്തൂർ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 54ാം ദശകവും ഇവിടെ അവസാനിപ്പിക്കുന്നു. സർവത്ര
സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നതുപോലെ ഇതിൻ്റെ സാരാംശം പറയാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം. ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി.